ശ്രീകൃഷ്ണ ഭഗവാന്റെ വിജയത്തിന്റെ പിന്നിലെ ആരും ഭയക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആരും നോക്കി നിന്നു പോകുന്ന കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു അവതാരം. സാക്ഷാൽ ഭഗവാൻ തന്നെ ഭയന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുക. പേര് സാത്വികി. പക്ഷേ കൃഷ്ണ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തൻ്റെ പേശികളെ ഉരുക്കു പേശികളാക്കി മാറ്റിയ ആ സാത്വികിയുടെ ആ ഇരുമ്പ് പോലെയുള്ള നെഞ്ചിൻ കൂടിനുള്ളിൽ കൃഷ്ണഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗരവ സഭയിൽ ദൂത് ചെന്നപ്പോൾ ഈ മുതല് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവതാരം. ഒടുവിൽ ഭഗവാനെ യുദ്ധ തീരുമാനത്തിലേക്ക് എത്തിച്ചതും സാത്വികിയുടെ കരുത്താണ്. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പേറിയ സാത്വികിയുടെ രഥത്തിലാണ് ഭഗവാൻ ഭാരതം മുഴുവൻ സൈനിക സമാഹരണത്തിന് വേണ്ടി അലഞ്ഞത്. ആകാര സൗന്ദര്യം, പക്ഷെ ആരും ഭയന്നു പോകുന്ന കരുത്ത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവിനെ ഒറ്റയടിക്ക് ബോധരഹിതനാക്കിയിട്ടുണ്ട്. സാക്ഷാൽ ഭീഷ്മരുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ കർണന് പോലും സാത്വികിയെ പരാജയപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ദുശാസനൻ ദ്രോണാചാര്യരുമായിട്ട് മഹാഭാരത യുദ്ധത്തിൽ നേർക്കുനേർ നിന്നിട്ടുണ്ട്. ദ്രോണാചാര്യരുടെ 6 വില്ലുകൾ മുടിച്ചിട്ടുണ്ട് ആ ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിൽ. ദ്രോണർക്ക് മുറിവേൽപ്പിക്കാൻ പോലും സാത്വികിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൃതവർമാവിനെയും ദുര്യോധനനുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കരുത്തുള്ള കൃഷ്ണന്റെ സ്വന്തം സഖാവ്. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിലെ ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ളത് ആ വ്യക്തി സാത്വികിയാണ്.